പാലക്കാട് കുറച്ച് അമ്പലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു അഗ്രഹാരം ഉണ്ടെന്ന് മുമ്പ് അറിയായിരുന്നു. പക്ഷെ ഞാനത് ഒരു പ്രാവശ്യം എപ്പോഴോ കണ്ടത്, എനിക്ക് അത്ര ഒരു ഓർമ്മയിലില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ചാൻസ് കിട്ടിയപ്പോൾ വിചാരിച്ചു എന്നാൽ പാലക്കാട് അഗ്രഹാരമൊക്കെ ഒന്ന് കാണാൻ പോയതാണ്. പക്ഷെ വളരെ ലേറ്റായി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ, അതുകൊണ്ട് വഴിയൊക്കെ കുറച്ച് ഞങ്ങൾക്ക് തെറ്റിപ്പോയിട്ടോ. എന്നാലും പിന്നെ ചോദിച്ച് അവസാനം പാലക്കാട് ടൗൺ തന്നെ ഞങ്ങളൊന്ന് ചുറ്റിക്കറങ്ങിയോ എന്നൊരു സംശയമുണ്ട്. വഴി അത്ര ഇല്ല, വഴി അത്ര ഓർമ്മയിലുണ്ടായിരുന്നില്ല. പിന്നെ ചോദിച്ച് വന്നപ്പോഴേക്കും രാത്രി ഒരുപാട് ഇരുട്ടിപ്പോയി. പിന്നെ ഞങ്ങൾ പാലക്കാട് കുറച്ചൊന്ന് കറങ്ങി, ടൗണിലൊക്കെ ഒന്ന് കറങ്ങി വന്നപ്പോഴുണ്ട് നമ്മുടെ ജയറാമിൻ്റെ മോളുടെ കല്യാണം നടന്നത് ഇവിടെയാണെന്ന് ആരോ പറഞ്ഞു. ക്ലബ് 6 അതിൻ്റെ മുന്നിൽ കൂടെയാണ് പോയത്. അപ്പോൾ അതൊന്ന് കാണാൻ പറ്റി. ഞങ്ങൾ മുമ്പ് ഇവിടെ ഒരു കല്യാണത്തിന് ഒരു റിസപ്ഷന് വന്നിട്ടുണ്ട്. അപ്പോൾ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു ഇതാണ് ക്ലബ് 6 പറഞ്ഞു. അപ്പോൾ അതും അവരെയൊക്കെ ഒന്ന് കാണിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും അഗ്രഹാരം തേടിയുള്ള യാത്രയായിരുന്നു കേട്ടോ. വീണ്ടും അഗ്രഹാരം എത്തിയില്ല. പിന്നെ കറങ്ങി അവസാനം അഗ്രഹാരത്തെരുവിലൊക്കെ എത്തി. പക്ഷേ വീണ്ടും ഞങ്ങൾക്ക് ഒരാളോട് ചോദിക്കേണ്ടി വന്നു എവിടെയാണ് കറക്റ്റ് പ്ലേസെന്ന്. അവസാനം കറങ്ങി ഞങ്ങൾ അഗ്രഹാരം കണ്ടെത്തി. അപ്പോഴേക്കും ഒരുപാട് ലേറ്റായിരുന്നു. അമ്പലം അടച്ചിട്ടുണ്ടാവില്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. ജസ്റ്റ് ഒന്ന് കയറി ഇങ്ങനെ ചെയ്യാലോ വിചാരിച്ചു. പിന്നെ അങ്ങനെ ഞങ്ങൾ അഗ്രഹാരം എത്തിയിട്ടോ. തെരുവൊക്കെ കാണാൻ വളരെ ഭംഗിയാണ്, നല്ല രസമാണ്. നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നും ആ ഒരു ജീവിതശൈലി കാണുമ്പോൾ. ഒരു തിരക്കും ഒരു ഫാഷനും ഒന്നുമില്ലാത്ത കുറേ തെരുവുകൾ. അവിടെ ഒരു ബേൽപൂരിയുടെയും പിന്നെ മസാല ദോശ, കോഫി ഒക്കെ കണ്ടു കേട്ടോ. കോഫി ഷോപ്പൊക്കെ കണ്ടു. അപ്പോൾ നമുക്ക് അവിടേക്ക് ഒന്ന് തൊഴുത് വന്നിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാ കാണുന്നു. അപ്പോൾ അവസാനം എത്തി. വഴിയൊക്കെ തെറ്റിയെങ്കിൽ എത്തിയിട്ടേ. ഇതാണ് രഥോത്സവത്തിനുള്ള രഥമാണ് അവിടെ കാണുന്നത്. ഭയങ്കര ഭംഗിയാണ്. രാത്രിയിലെ വെളിച്ചത്തിൽ കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ അമ്പലം ഈ അമ്പലം അടച്ചു കേട്ടോ. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ട് ഒരു ഗോപുരമുണ്ട്, ഒരമ്പലമുണ്ട്. അതാണ് ശിവൻ്റെ അമ്പലം. അവിടെ നമുക്ക് തൊഴാൻ പറ്റി. പക്ഷെ നമുക്ക് കാറ് പാർക്ക് ചെയ്യണ്ടേ. ഈ സമയമായിട്ടും അമ്പലം അടച്ചിട്ടില്ല, കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് ദൂരെ, ഇതൊക്കെ അഗ്രഹാരത്തെരുവ് തന്നെയാണ്, കാർ പാർക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ദൂരേക്ക് മാറ്റിയിടേണ്ടി വന്നു. അവിടെ അങ്ങനെ ഒരുവിധം കാർ പാർക്ക് ചെയ്തു. അത്ര തിരക്കൊന്നുമില്ല കേട്ടോ തെരുവിൽ. എന്താ വെച്ചാൽ ടൈം കുറേ ആയല്ലോ, കുറേ എല്ലാവരും പോയി. അമ്പലത്തിന് ലാസ്റ്റ് അടയ്ക്കാൻ മുമ്പ് ചെല്ലുന്നത് ഞങ്ങളായിരിക്കും. കാർ ഒരുവിധം ഒരു സൈഡ് കിട്ടി പാർക്ക് ചെയ്യാൻ. ഇവിടേക്ക് വീടുകളായതുകൊണ്ട് പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. വീടിൻ്റെ ഫ്രണ്ടിലൊന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒതുക്കിയ ഒരു സ്ഥലത്ത്. ചില അഗ്രഹാരത്തിൽ വീടുകളൊക്കെ അടച്ചെടുക്കുകയാണ്. ചിലതിലൊക്കെ താമസമുള്ളൂ. എല്ലാം നല്ല തൊട്ട് ഒരേ ചുമരിൽ തന്നെയാണ് എല്ലാ വീടുകളും. ആ ലൈനിലെ എല്ലാ വീടുകളും ഒരുപോലെയാണ് കണ്ടോ. എല്ലാം ഒരു ചുമരിനോട് ചേർന്നിട്ട് തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ കാർ ഒരുവിധം പാർക്ക് ചെയ്ത് നടന്നു. അമ്പലത്തിലേക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് പുറകിലേക്ക് നടന്നു. നമ്മൾ വന്ന വഴി തന്നെയാണ്. പിന്നെ നടന്ന് ഇതാ കാണുന്നതാണ് നമ്മൾ കണ്ട രഥം. അതിൻ്റെ തൊട്ടൊരു ഗോപുരം കണ്ടോ, അതാണ് അമ്പലം. ശിവൻ്റെ അമ്പലമാണ്. ഇവിടെ പൂക്കടയൊക്കെ ഉണ്ട്. ശിവൻ്റെ അമ്പലമാണ്. ഞങ്ങൾ ഒന്ന് ഇറങ്ങി ശിവൻ്റെ അമ്പലത്തിലൊന്ന് കയറി അവിടെ പാലഭിഷേകത്തിൻ്റെ സമയമായിരുന്നു. പാൽ കൊണ്ടുള്ള അഭിഷേകം കണ്ടു. ഉള്ളിലേക്ക് ഞാൻ ക്യാമറ കൊണ്ടുപോകുന്നില്ല, അതൊരു ബുദ്ധിമുട്ടല്ലേ, അലൗഡ് അല്ലാന്ന് തോന്നുന്നു. അപ്പോൾ തൊഴുത് ഞങ്ങൾ തിരിച്ചു വന്ന് ഇതൊക്കെ ഒന്നും കൂടെ കണ്ട് കുറച്ച് ഫോട്ടോ സെഷനൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ അപ്പോഴേക്കൊക്കെ കുറച്ച് വിശപ്പായിട്ടോ. അപ്പോൾ എന്തെങ്കിലും കഴിച്ചാലോ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വരുമ്പോഴേക്ക് കണ്ടു ഒരു ദോശ, കോഫിയൊക്കെ കണ്ടു. എന്നാൽ പിന്നെ ദോശ കഴിക്കാൻ വിചാരിച്ചു. ദോശ നല്ല ടേസ്റ്റുള്ള ദോശ. ഒരു ചെറിയ കടയാണ്, കുറച്ച് സ്ഥലമേ ഉള്ളൂ. ആ ഗ്ലാസിൻ്റെ ഭംഗി കണ്ടാൽ തന്നെ നമുക്ക് കോഫി കുടിക്കാൻ തോന്നും.
അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് തിരിച്ചു പോന്നു. ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.